എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇവിടെ നമ്മൾ എടുക്കാൻ പോകുന്നത് മാത്സിന്റെ ക്ലാസ് എടുക്കാൻ പോകുന്നത്. മാത്സിന്റെ ക്ലാസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ CBSE സിലബസിന്റെ 8, 9, 10 ഈ 3 ക്ലാസ്സുകൾ കവർ ചെയ്യുന്നതാണ്. മാത്സിന്റെ ടോപ്പിക് എല്ലാം നമ്മൾ കവർ ചെയ്യുന്നതാണ്. നമ്മൾ ഫസ്റ്റ് ക്ലാസ് എന്ന നിലയിൽ നമ്മൾ ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നത് 10th CBSEയുടെ ചാപ്റ്ററാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം ഈ 8, 9, 10 ഈ 3 ക്ലാസ്സിൽ ഏതെങ്കിലും ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളാണ് നിങ്ങളെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. കാരണം നിങ്ങൾക്ക് നിങ്ങളുടെ പോർഷൻസ് എല്ലാം ഞാൻ അവിടെ കവർ ചെയ്യുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാർക്കോ ആർക്കെങ്കിലും ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് നോക്കാം ഫസ്റ്റ് ചാപ്റ്റർ എന്താണ്. നമ്മുടെ 10th ഫസ്റ്റ് ചാപ്റ്റർ റിയൽ നമ്പർ അല്ലേ. ഓക്കെ, ഈ റിയൽ നമ്പർ എന്ന ചാപ്റ്റർ തുടങ്ങുന്നതിന് മുമ്പ് നമുക്ക് കുറച്ച് ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഒന്ന് അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. നമുക്ക് റിയൽ നമ്പർ പറയുന്ന മുമ്പ് നമ്മൾ അതായത് പഴയ കൊച്ചിലെ പഠിച്ച കുറച്ച് കാര്യങ്ങൾ ഒരുപക്ഷെ നമ്മൾ മറന്നുപോയ കുറച്ച് കാര്യങ്ങൾ ഒന്ന് ഓർമ്മിപ്പിച്ച് ഒന്ന് റിവൈസ് നമ്മൾ എടുക്കാൻ പോവുകയാണ്. ഫസ്റ്റ് നമുക്കറിയാം നാച്ചുറൽ നമ്പർ എന്താണെന്ന് അറിയണം. അതേപോലെ വോൾ നമ്പർ എന്താണെന്ന് അറിയണം. നെക്സ്റ്റ് ഇന്റിജർ എന്താണെന്ന് അറിയണം. റാഷണൽ നമ്പർ എന്താണെന്ന് അറിയണം. അതുപോലെ തന്നെ ഈ റാഷണൽ നമ്പർ എന്താണെന്ന് അറിയണം. നാച്ചുറൽ നമ്പർ നമുക്കറിയാം അല്ലേ. എന്താ 1, 2, 3, 4, 5 നമ്മൾ കൗണ്ടിങ് നമ്പർ, നമ്മൾ സാധാരണ കൗണ്ട് ചെയ്യുന്ന നമ്പർ. നമ്മൾ 1, 2, 3, 4, 5 കൗണ്ടിങ് നമ്പറിന് പറയുന്ന പേര് എന്താണ്? നാച്ചുറൽ നമ്പർ എന്ന് പറയും. അങ്ങനെയാണെങ്കിൽ വോൾ നമ്പർ എന്തായിരിക്കും? വോൾ നമ്പർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ 0 കൂടി ആഡ് ചെയ്യുന്നത് അല്ലേ. 0, 1, 2, 3, 4 തുടങ്ങിയ നമ്പറിന് നമുക്ക് എന്ത് പറയാം? വോൾ നമ്പർ എന്ന് പറയാം. നെക്സ്റ്റ് ഇന്റിജർ എന്നാണെങ്കിലോ, ഇന്റിജർ ആകുമ്പോൾ എന്തുകൊണ്ട് സംഭവിച്ചു? അതിൻ്റെ അകത്ത് മൈനസ് സംഖ്യ കൂടി ആഡ് ചെയ്ത് നമ്മൾ, അതായത് -3, -2, -1, 0, 1, 2, 3 മുതലായ സംഖ്യകൾക്ക് നമുക്ക് എന്ത് പറയാം? ഇന്റിജർ എന്ന് പറയാം. അപ്പൊ നാച്ചുറൽ നമ്പർ എന്ന് വെച്ചാൽ നമ്മുടെ കൗണ്ടിങ് നമ്പർ തന്നെയാണ്. 1, 2, 3, 4, 5, 6 എണ്ണുന്ന കൗണ്ടിങ് നമ്പറിനെ നമ്മൾ പറയുന്നതാണ് നാച്ചുറൽ നമ്പർ. അതേപോലെ വോൾ നമ്പർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ 0 കൂടി ആഡ് ആവുന്നു. 0, 1, 2, 3, 4, 5, 6 അല്ലെ. അങ്ങനെ പോലെ നമ്പർ നമുക്ക് എന്ത് പറയാം? വോൾ നമ്പർ എന്ന് പറയാം. നെക്സ്റ്റ് ഇന്റിജർ എന്ന് വെച്ചാൽ എന്താണ്? മൈനസ് സംഖ്യ അല്ലെ. മൈനസ് സംഖ്യ ഉൾപ്പെടുന്നുണ്ട്. അതായത് -3, -2, -1, 0, 1, 2, 3, 4 ഇങ്ങനെ സംഖ്യക്ക് എന്താ പറയാം? ഇന്റിജർ എന്ന് പറയാം. ഇനി അടുത്ത റാഷണൽ നമ്പർ. എന്ത് റാഷണൽ നമ്പർ? റാഷണൽ നമ്പർ എന്താണ്? നമ്മൾ 9th പഠിച്ചിട്ടുണ്ട്. റാഷണൽ നമ്പർ അല്ലെ. 9th ടോപ്പിക് അത്. എന്തോ റാഷണൽ നമ്പർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നമ്പറിനെ അല്ലെ, നമ്പർ ദാറ്റ് ക്യാൻ ബി റിട്ടൻ ദ ഫോം ഓഫ് P/Q ഫോമിൽ എഴുതാൻ സാധിക്കുന്ന നമ്പറിന് നമുക്ക് എന്ത് പറയാം? റാഷണൽ നമ്പർ എന്ന് പറയാം. P/Q ഫോമിൽ എഴുതാൻ സാധിക്കുന്ന നമ്പറിനെ എല്ലാം നമുക്ക് റാഷണൽ നമ്പർ എന്ന് പറയാം. വേർ P ആൻഡ് Q ആർ ഇന്റിജേഴ്സ്. അത് വേറെ കാരണം പിയും ക്യൂ എന്തായിരിക്കണം? ഇന്റിജർ ആയിരിക്കണം. Q not equal to 0. ഓക്കെ, ഈ രണ്ട് കണ്ടീഷൻസ് ഉണ്ട്. ഇങ്ങനെയാണ് ഏതൊരു നമ്പറിനെയും P/Q ഫോമിൽ എഴുതാൻ സാധിക്കുന്നെങ്കിൽ അത് റാഷണൽ നമ്പർ ആണെന്ന് പറയാം. പല കുട്ടികൾക്കും ഡൗട്ട് വരുന്ന കേസ് ഉണ്ട്, റാഷണൽ നമ്പർ. ഒന്നുകൂടി പറയാം. ഓക്കെ, ഈ P/Q ഫോമിൽ എഴുതാന്ന് പറഞ്ഞു അല്ലെ. ഈ P/Q ഫോമിൽ എഴുതാൻ സാധിക്കുന്ന നമ്പേഴ്സ് എല്ലാം നമുക്ക് റാഷണൽ നമ്പർ എന്ന് പറയാം. ഇവിടെ P Q എന്താണെന്ന് പറയണം? ഇന്റിജർ ആയിരിക്കണം അല്ലെ. ഈ P Qവും അവിടെ ഇന്റിജർ ആയിരിക്കണം. അപ്പോൾ സംശയം നമുക്ക് 4/2 ഇത് റാഷണൽ നമ്പർ അല്ലെ. ഇനി √2/3 ഇത് റാഷണൽ നമ്പർ ആണോ? √2/3 റാഷണൽ നമ്പർ നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല. എന്തുകൊണ്ട് പറയാൻ പറ്റില്ല? കാരണം ഈ √2 എന്നത് നമ്മുടെ ഇന്റിജറിന്റെ അകത്ത് വരുന്നുണ്ടോ നോക്കി. ഇന്റിജറിന്റെ അകത്ത് വരുന്നുണ്ടോ √2 എന്നത്? ഇന്റിജർ വെച്ച് നോക്കണം. -3, -2, -1 മൈനസ് സംഖ്യയും പ്ലസ് സംഖ്യയും അല്ലെ 0 ഉൾപ്പെടുന്നതാണ് ഇന്റിജർ. പക്ഷെ ഈ കേസിൽ ഇവിടെ √2/3 എഴുതിയോണ്ട് നമുക്ക് എന്തോ പറയാൻ പറ്റില്ല, ഇതൊരു റാഷണൽ നമ്പർ ആണെന്ന് പറയാൻ പറ്റത്തില്ല. ഈ വേറെ 1-2 കാര്യങ്ങളുണ്ട്, ചെറിയ കാര്യങ്ങൾ. നമുക്ക് റാഷണൽ എക്സാമ്പിൾ 1/2 പറയാം, 3/4 പറയാം അല്ലെ. ഇനി ചെറിയ 2 പോയിന്റ് കൂടെ. എന്താ ഈ റാഷണൽ നമ്പറിനെ രണ്ട് കണ്ടീഷൻസ് നമ്മൾ കഴിഞ്ഞ പഠിച്ചത്. 2 കണ്ടീഷൻസ് ഉണ്ട്. ഒന്ന് ടെർമിനേറ്റിംഗ് ഡെസിമൽസ് അല്ലെ. ഡെസിമൽസ് ടെർമിനേറ്റ് ചെയ്യുന്നെങ്കിൽ അത് റാഷണൽ നമ്പർ ആയിരിക്കും. പിന്നെ റിപ്പീറ്റിംഗ് ഡെസിമൽസ് ഉള്ളതാണെങ്കിലും അത് റാഷണൽ നമ്പർ ആയിരിക്കും. എന്ത് ഡെസിമൽസ് ടെർമിനേറ്റിംഗും റിപ്പീറ്റിംഗ് എന്നൊക്കെ പറയുന്നത്? ടെർമിനേറ്റിംഗ് ഡെസിമൽസ് ആണ് എന്തുവാ? അതിൽ റിപ്പീറ്റിംഗ് ഡെസിമൽസ് ആണ് എന്തുവാ? ഈ ടെർമിനേറ്റിംഗ് ഡെസിമൽസ് എന്ന് പറഞ്ഞാൽ റിപ്പീറ്റിംഗ് ഡെസിമൽസ് എന്ന് പറഞ്ഞാലും ഫോർ എക്സാമ്പിൾ പറഞ്ഞു നോക്കി. ഒരു ഇതിലൊക്കെ നമുക്ക്
1/4 ഞാൻ എടുത്തു. ഓക്കെ, 1/4 ഇത് റാഷണൽ നമ്പർ ആണെന്നല്ലോ. ഇനി 1/4 ഡിവൈഡ് ചെയ്ത് നോക്കി എന്ത് വരും? 1 ഡിവൈഡഡ് ബൈ 4 എന്ത് വരും? 1 ഡിവൈഡഡ് ബൈ 4 ഇസിക്കൽ ടു എത്ര? 0.25 അല്ലെ? 0.25. 1 ഡിവൈഡ് ബൈ 4 2.25. അത് ഈ 0.25 നമുക്ക് എന്താ പറയാം? ഇതൊരു റാഷണൽ, അതായത് 0.25 ദാറ്റ് മീൻസ് 1/4 അല്ലെ? 1/4 ഒരു റാഷണൽ നമ്പർ ആണ്. ഇനി വേറെ നോക്കിയൊരു എക്സാമ്പിൾ 1/3 ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 1/3 ചെയ്യുമ്പോൾ എത്ര കിട്ടും? 0.3333 അല്ലെ? അങ്ങനെ പൊയ്ക്കൊണ്ടേയിരിക്കും അല്ലെ? ഈ രണ്ട് കണ്ടീഷൻസ്, അതായത് ഈ പറഞ്ഞ രണ്ട് കാര്യം, അതായത് ടെർമിനേറ്റിംഗ് ഡെസിമൽസ് ആണെങ്കിൽ, അതായത് ഈ പറഞ്ഞ കാര്യമാണ്, ടെർമിനേറ്റിംഗ് ഡെസിമൽസ് ആണെങ്കിൽ അതൊരു റാഷണൽ നമ്പർ ആയിരിക്കും. റിപ്പീറ്റിംഗ് ഡെസിമൽസ് ആണെങ്കിൽ, ഈ ഡെസിമൽസ് റിപ്പീറ്റ് ചെയ്യാണ്ട് ഇവിടെ 3 റിപ്പീറ്റ് ചെയ്ത് പോകുന്നു. റിപ്പീറ്റിംഗ് ഡെസിമൽസ് ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? അത് രണ്ടും റാഷണൽ നമ്പർ എന്ന് പറയാം. ഇത് അത്രേ ഉള്ളൂ. റാഷണൽ നമ്പർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്പർ ദാറ്റ് ക്യാൻ ബി റിട്ടേൺ ദ ഫോം ഓഫ് p/q ഫോമിൽ എഴുതാൻ, നമ്പർ ദാറ്റ് ക്യാൻ ബി റിട്ടേൺ ദ ഫോം ഓഫ് p/q ഫോമിൽ റിട്ടേൺ ചെയ്യാൻ എഴുതാൻ സാധിക്കുന്ന നമ്പേഴ്സിനെല്ലാം നമുക്ക് റാഷണൽ നമ്പർ ആണെന്ന് പറയാം. അവിടെ പിയും ക്യൂവും എന്തായിരിക്കണം? ഇൻഡിജേഴ്സ് ആയിരിക്കണം. പിയും ക്യൂവും ഇൻഡിജേഴ്സ് ആയിരിക്കണം. ഓക്കെ, ഇനി അങ്ങനെയാണെങ്കിൽ ഇറാഷണൽ നമ്പർ എന്തായിരിക്കും? എ നമ്പർ ദാറ്റ് കനോട്ട് റിട്ടേൺ ആസ് p/q ഫോമിൽ എഴുതാൻ സാധിക്കാത്ത നമ്പേഴ്സിനെ എല്ലാം നമുക്ക് എന്ത് പറയാം? p/q ഫോമിൽ എഴുതാൻ സാധിക്കാത്ത നമ്പേഴ്സിനെ എല്ലാം നമുക്ക് ഇറാഷണൽ നമ്പർ എന്ന് പറയാം അല്ലെ? നമ്മൾ പറഞ്ഞത് ഇറാഷണൽ നമ്പർ എന്ന് വെച്ചാൽ, ഇറാഷണൽ നമ്പർ എന്നുള്ള എക്സാമ്പിൾ നമുക്ക് എന്ത് പറയാം? ഇറാഷണൽ നമ്പറിന്റെ എക്സാമ്പിൾ എന്ത് പറയാം? ഇറാഷണൽ നമ്പർ നമുക്ക് എന്ത് പറയാം? √2, പയ്യെ, √3 ഇതൊക്കെ നമുക്ക് ഈ റാഷണൽ നമ്പറിന്റെ എക്സാമ്പിൾ ആണ്. ഇതുപോലെ ചെറിയ രണ്ട് കാര്യം പറഞ്ഞിട്ടുണ്ടോ? ഡെസിമൽസ് ഈസ് നോട്ട് ടെർമിനേറ്റിംഗ് ആയിരിക്കും, ആൻഡ് നോട്ട് റിപ്പീറ്റിംഗ് ആയിരിക്കും. ഡെസിമൽസ് എന്തോ ടെർമിനേറ്റ് ചെയ്യത്തില്ല. അതായത് ഡെസിമൽസ് എങ്ങനെ വരും? ഒരു പക്ഷേ പോയിന്റ് ടെർമിനേറ്റ് ചെയ്യത്തില്ല. അതായത് ടെർമിനേറ്റ് ചെയ്യാത്ത സ്ഥിതിക്ക് ടെർമിനേറ്റ് ചെയ്യത്തില്ല, ആൻഡ് നോട്ട് റിപ്പീറ്റിംഗ് ആയിരിക്കും. അപ്പം 0.2 3 5 4 1 0 അങ്ങനെ റിപ്പീറ്റേഷൻസ് വരുന്നതുകൊണ്ട് നമുക്ക് എന്താ പറയാം? അത് നമുക്ക് എന്ത് പറയാം? ഇറാഷണൽ നമ്പർ എന്ന് പറയാം. അപ്പൊ റാഷണൽ നമ്പറും ഇറാഷണൽ നമ്പറും പറഞ്ഞു. ഒന്ന് നാച്ചുറൽ നമ്പർ. ഫസ്റ്റ് നമ്മൾ എവിടെ തുടങ്ങിയത്? നാച്ചുറൽ നമ്പർ എന്താണെന്ന് പറഞ്ഞു, വോൾ നമ്പർ എന്താണെന്ന് പറഞ്ഞു, ഇന്റിജർ എന്താണെന്ന് പറഞ്ഞു, റാഷണൽ നമ്പർ എന്താണെന്ന് പറഞ്ഞു, ഇറാഷണൽ നമ്പർ എന്താണെന്ന് പറഞ്ഞു. ഇത്രയും കാര്യത്തിൽ യാതൊരു ഡൗട്ടും ഇല്ലല്ലോ. നാച്ചുറൽ നമ്പർ, വോൾ നമ്പർ, ഇന്റിജർ, റാഷണൽ നമ്പർ, ഇറാഷണൽ നമ്പർ അല്ലെ? നാച്ചുറൽ നമ്പർ, വോൾ നമ്പർ, ഇന്റിജർ, റാഷണൽ നമ്പർ ആൻഡ് ഇറാഷണൽ നമ്പർ. ഇതെല്ലാം നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ് അല്ലെ? പഴയ കൊച്ചു ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഈ റാഷണൽ നമ്പറൊക്കെ നമ്മൾ റീസെന്റ് ആയിട്ട് 9th ക്ലാസ്സിൽ പഠിച്ചിട്ട് ഉള്ളതാണ്. ഇനി ഈ പറയുന്ന ഈ 5 കാര്യം, ഈ നാച്ചുറൽ നമ്പറും വോൾ നമ്പറും ഇന്റിജറും റാഷണൽ നമ്പറും ഇറാഷണൽ നമ്പറും എല്ലാം കൂടെ ചേർന്ന് നമുക്ക് എന്ത് പറയാം? റിയൽ നമ്പർ എന്ന് പറയാം. അതായത് റിയൽ നമ്പറിനകത്ത് നമുക്ക് എന്തൊക്കെ വരുന്നുണ്ട്? റിയൽ നമ്പർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തൊക്കെ വരുന്നുണ്ട്? റിയൽ നമ്പർ ഇതിന്റെ അകത്ത് ഈ റിയൽ നമ്പർ നമുക്ക് എന്തൊക്കെ വരുന്നത്? റാഷണൽ നമ്പർ വരുന്നുണ്ട്, ഇറാഷണൽ നമ്പർ. ഇറാഷണൽ നമ്പറിനോട് ചേർത്ത് നമുക്ക് എന്ത് പറയാം? റിയൽ നമ്പർ എന്ന് പറയാം. ഈ റാഷണൽ നമ്പർ എന്തൊക്കെ വരുന്നുണ്ട്? ഇന്റിജർ, വോൾ നമ്പർ, നാച്ചുറൽ നമ്പർ ഇതെല്ലാം വരുന്നുണ്ട് അല്ലെ? ഇതെല്ലാത്തിനെയും കൂടെ ചേർത്ത് നമുക്ക് എന്തോന്ന് പറയാം? റിയൽ നമ്പർ എന്ന് പറയാം. ഓക്കെ, ഓർത്തിരിക്കുക. ഇനി അടുത്ത് നമുക്ക് വേണ്ട ഒരു കാര്യം, പ്രൈം നമ്പർ എന്താണ്, കോമ്പോസിറ്റ് നമ്പർ എന്താണ്? ഈ രണ്ട് കാര്യം നമുക്ക് അറിഞ്ഞിരിക്കണം. നമുക്ക് ഈ ക്ലാസ്സിൽ നമുക്ക് ഈ ചാപ്റ്റർ വേണ്ട രണ്ട് കാര്യമാണ് പ്രൈം നമ്പറും കോമ്പോസിറ്റ് നമ്പർ. എന്ത് പ്രൈം നമ്പർ എന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രൈം നമ്പർ എന്ന് വെച്ചാൽ എന്താണ് അറിയോ? പ്രൈം നമ്പറിന്റെ എക്സാമ്പിൾ പറഞ്ഞു. എക്സാമ്പിൾ എന്താ? 2 അല്ലെങ്കിൽ 3 അല്ലെങ്കിൽ 4 ആണോ? വേണ്ടല്ലോ. 5 then 7 11 ഇതൊക്കെ എന്താണ്? പ്രൈം നമ്പറാണ്. എന്തുകൊണ്ട് 2ഉം 3ഉം 5ഉം 7ഉം 11ഉം ഒക്കെ പ്രൈം നമ്പർ ഞാൻ പറഞ്ഞത്? അതായത് ഇത് നോക്കി ഈ പ്രൈം നമ്പറിനെ ആ നമ്പറും 1ഉം അല്ലാതെ വേറൊരു സംഖ്യ കൊണ്ടും പൂർണ്ണമായിട്ടും ഡിവൈഡ് ചെയ്യാൻ സാധിക്കത്തില്ല, കംപ്ലീറ്റ്ലി ഡിവൈഡ് ചെയ്യാൻ സാധിക്കത്തില്ല. അങ്ങനെയുള്ള നമ്പറിനെ നമുക്ക് എന്താ പറയാം? പ്രൈം നമ്പർ എന്ന് പറയാം. ഇവിടെ 2 നോക്കിയേ, 2ന്റെ കോമൺ ഡിവൈസർ ഏതെങ്കിലും ഉണ്ടോ? 2ഉം 1ഉം അല്ലാതെ ഇല്ല. 3യുടെ കേസ് നോക്കിയേ, 3യെ പൂർണ്ണമായിട്ട് കംപ്ലീറ്റ്ലി ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന രണ്ടേ രണ്ട് സംഖ്യ, ഒന്ന് 3 കൊണ്ട് ചെയ്യണം അല്ലെങ്കിൽ 1 കൊണ്ട് ചെയ്യണം.
ഇവിടെ 5 ആണെങ്കിൽ, പക്ഷെ 4 പോട്ടെ. ഇനി 4ന്റെ കേസ് നോക്കി, 4ന്റെ കേസിന് 4ന് ഇവിടെ എന്തൊക്കെ ഏതൊക്കെ സംഖ്യ ഡിവൈഡ് ചെയ്യാൻ പറ്റും? 4നെ കംപ്ലീറ്റ് ആയിട്ട് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും അല്ലെ, 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും, 1 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അതായത് ആ സംഖ്യയും 1ഉം അല്ലാതെ മറ്റൊരു സംഖ്യ ഇല്ലയോ, വേറെ സംഖ്യ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ട് 4നെ. അതുകൊണ്ട് ഈ 4ന് നമുക്ക് എന്ത് പറയാം? ഇതൊരു കോമ്പോസിറ്റ് നമ്പർ ആണെന്ന് പറയാം. അതായത് പ്രൈം നമ്പർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ നമ്പറും 1ഉം കൊണ്ട് മാത്രമേ അതിനെ ഡിവൈഡ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അങ്ങനെയുള്ള നമ്പേഴ്സിനെല്ലാം പറയുന്ന പേരാണ് പ്രൈം നമ്പർ എന്ന്. ഇനി അങ്ങനെ അല്ലാത്ത നമ്പേഴ്സ് ഏതൊക്കെയുണ്ടോ അതെല്ലാം എന്താണ്? കോമ്പോസിറ്റ് നമ്പേഴ്സ് ആണ്. പ്രൈമിന്റെ കുറച്ച് എക്സാമ്പിൾ നോക്കി, പ്രൈം നമ്പേഴ്സിന്റെ കുറെ എക്സാമ്പിൾ 2, 3, 5, 7, 11 അല്ലെ, 13, 17, 19, 23, 29, 31. ഇതെല്ലാം നമുക്ക് എന്ത് പറയാം? ഇതെല്ലാം പ്രൈം നമ്പർ ആണ്. ഇത്രയുള്ളോ? ഇത്രയല്ല, ഇനിയുണ്ട്. ഇതെല്ലാം നമുക്ക് എന്ത് പറയാം? പ്രൈം നമ്പർ ആണെന്ന് പറയാം. ഇതല്ലാത്ത ഈ പ്രൈം നമ്പർ അല്ലാത്ത എല്ലാ നമ്പറിനും നമുക്ക് എന്ത് പറയാം? ഈ പ്രൈം നമ്പർ അല്ലാത്ത എല്ലാ നമ്പറിനും നമുക്ക് എന്താ പറയാം? കോമ്പോസിറ്റ് നമ്പർ എന്ന് പറയാം. അപ്പം പ്രൈം നമ്പർ എന്താണെന്ന് പറഞ്ഞാൽ കോമ്പോസിറ്റ് നമ്പർ. ഓക്കെ, ഓർമ്മയുണ്ടല്ലോ എന്താക്കി പഠിച്ചത്? നമ്മൾ ആദ്യം പഠിച്ച കാര്യം റിയൽ നമ്പർ എന്താ പറയാൻ വേണ്ടി നമ്പേഴ്സിനെ പറ്റി പറഞ്ഞു, നാച്ചുറൽ നമ്പർ എന്താണെന്ന് പറഞ്ഞു, ഹോൾ നമ്പർ എന്താണെന്ന് പറഞ്ഞു, ഇൻഡിജർ എന്താണെന്ന് പറഞ്ഞു, റാഷണൽ നമ്പർ എന്ന് പറഞ്ഞു, ഇറാഷണൽ നമ്പർ എന്ന് പറഞ്ഞു. ഓക്കെ, അത് കഴിഞ്ഞ് പ്രൈം എന്താണ്, കോമ്പോസിറ്റ് എന്താണ്, ഈ രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞു. ക്ലിയർ ആണേ? പ്രൈം നമ്പറും കോമ്പോസിറ്റ് നമ്പർ ക്ലിയർ ആണല്ലോ? ഒരു ഡൗട്ട് വേണ്ട കാര്യമില്ലല്ലോ ഇവിടെ, പ്രൈം എന്താ കോമ്പോസിറ്റ് എന്നാ. ഇനി പതുക്കെ നമുക്ക് ചാപ്റ്ററിലേക്ക് തന്നെ പോകാം. നമുക്ക് വേണ്ട ടോപ്പിക്കിലേക്ക് പോവുകയാണ്. ശ്രദ്ധിക്കുക, ഫസ്റ്റിലെ നമ്മള് ദ ഫണ്ടമെന്റൽ തിയറം ഓഫ് അരിത്തമാറ്റിക്സ് അല്ലെ, ഫസ്റ്റ് ടോപ്പിക് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഫണ്ടമെന്റൽ തിയറം ഓഫ് അരിത്തമാറ്റിക്സ്. എന്താണ് ഈ ഫണ്ടമെന്റൽ തിയറം ഓഫ് അരിത്തമാറ്റിക്സ് പറയുന്നത് നോക്കി. എവരി കോമ്പോസിറ്റ് നമ്പർ ക്യാൻ ബി റിട്ടൺ ആസ് എ പ്രോഡക്റ്റ് ഓഫ് പ്രൈംസ്. എവരി കോമ്പോസിറ്റ് നമ്പർ, എക്സാമ്പിൾ എഴുതി ഞാൻ പോവാം. എവരി കോമ്പോസിറ്റ് നമ്പർ, എക്സാമ്പിൾ ഒരു കോമ്പോസിറ്റ് നമ്പർ എക്സാമ്പിൾ എന്ന് പറഞ്ഞേ 10 ഒരു കോമ്പോസിറ്റ് നമ്പർ ആണ്. ഓക്കെ, എവരി കോമ്പോസിറ്റ് നമ്പർ ക്യാൻ ബി റിട്ടൺ ആസ് എ പ്രോഡക്റ്റ്, ക്യാൻ ബി റിട്ടൺ ആസ് എ പ്രോഡക്റ്റ് ഓഫ് പ്രൈം. പ്രൈമിന്റെ പ്രോഡക്റ്റ് എഴുതാൻ പറ്റും. അതായത് 10 എന്ന് വെച്ചാൽ 2 into 5 അതല്ലേ 10 അല്ലേ? ഇനി അടുത്ത് നോക്കിയത് 15 നോക്കി, 15 വെച്ച് എന്താ പറഞ്ഞേക്കുന്നത്? 3 into 5 ആണല്ലോ അല്ലേ? ഓക്കെ, every composite number can be written as a product of primes. അതാണ് product of primes. Moreover, the factorization of primes is unique. This factorization of prime is unique. എന്ത് പറഞ്ഞത് മനസ്സിലായോ? ദിസ് ഫാക്ടറൈസേഷൻ ഓഫ് പ്രൈം ഈസ് യൂണീക്ക്. അതായത് ഈ 10നെ ഞാൻ എഴുതിയത് എങ്ങനെയാ? 2ഉം 5ഉം യൂസ് ചെയ്താണ് ഞാൻ 10നെ എഴുതിയത്. 2ഉം 5ഉം യൂസ് ചെയ്ത് എനിക്ക് 10നെ എഴുതാൻ സാധിക്കത്തുള്ളൂ. 2 into 5 ആണ് 10. 2 into 5 എനിക്ക് 15 എഴുതാൻ പറ്റത്തില്ല. എനിക്ക് 15 കിട്ടണമെങ്കിൽ എനിക്ക് എന്ത് വേണം? 3 into 5 ആയിരിക്കണം. അതായത് ഇതെന്താ? യൂണീക്ക് ആണ്. 10ന്റെ എന്താണ്? 2 into 5 ആണ് 10. പിന്നെ ബാക്കി കുറെ പറയുന്നുണ്ട്. എന്ത് പറയുന്നുണ്ട്? എക്സെപ്റ്റ് ഓഫ് റീഅറേഞ്ചിങ് ദ ഓർഡർ ഇൻ വിച്ച് ദ പ്രൈം ഫാക്ടർ അപ്പിയേഴ്സ്. അതായത് ഈ ഓർഡർ എനിക്ക് റീഅറേഞ്ച് ചെയ്ത് എഴുതാൻ പറ്റും. എന്താ? 2 into 5 എങ്ങനെ എഴുതാൻ പറ്റും? എനിക്ക് വേണേൽ 5 into 2 എന്ന് എഴുതാൻ പറ്റും. പക്ഷെ ഇവിടെ 5ഉം 2 ഉള്ളൂ. അത് ചിന്തിക്കണം. 10 എഴുതണമെങ്കിൽ 10 എന്ന കോമ്പോസിറ്റ് നമ്പറിനെ എന്താ പ്രോഡക്റ്റ് ഓഫ് പ്രൈമിൽ എഴുതുമ്പോൾ 2ഉം 5ഉം ഉള്ളതിന്റെ പ്രൈം ആയിട്ടുള്ള 2 into 5 എന്ന് എഴുതാം, അല്ലെങ്കിൽ 5 into 2 എന്ന് എഴുതാം. ഇതാ പറയുന്നത്. ഇതാണ് ഫണ്ടമെന്റൽ തിയറം ഓഫ് അരിത്തമാറ്റിക്സ് പറയുന്നത്. ഓക്കെ, അതുപോലെ 15 നോക്കി. 15 ഞാൻ എഴുതി 3 into 5 എന്ന് എഴുതി 15 അല്ലെ. എനിക്ക് 3 into 5 എന്നും എഴുതാം, അതല്ലെങ്കിൽ എനിക്ക് അങ്ങ് എഴുതാം 5 into 3 എന്നും എഴുതാം, അല്ലെങ്കിൽ 5 into 3 എന്ന് എഴുതാം. ഇത്രേ ഉള്ളൂ കാര്യം. 15നെ എനിക്ക് 3 into 5 എന്നും എഴുതാം, എനിക്ക് 5 into 3 എന്നും എഴുതാം. പക്ഷെ അത് 3ഉം 5ഉമേ ഉള്ളൂ 15ന്റെ ഫാക്ടേഴ്സ്. 3ഉം 5ഉം ആണ്. ഈ 3ഉം 5ഉം യൂസ് ചെയ്ത് ഒരു 3ഉം ഒരു 5ഉം യൂസ് ചെയ്താൽ എനിക്ക് കിട്ടുന്നത് 15 ആണ്. ഒരു 2ഉം ഒരു 5ഉം കൂടി മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് കിട്ടുന്നത് 10 ആണ്. ഇതാണ് ഫണ്ടമെന്റൽ തിയറം ഓഫ് മാത്തമാറ്റിക്സ് പറയുന്നത്. എവരി കോമ്പോസിറ്റ് നമ്പർ ക്യാൻ ബി റിട്ടൺ ആസ് എ പ്രോഡക്റ്റ് ഓഫ് പ്രൈംസ്. ദിസ് ഫാക്ടറൈസേഷൻ ഓഫ് പ്രൈം
is unique. Primes is unique except for rearranging the order in which the prime factor appears. Okay. For example, if x ഇത് നോക്കിയേ നമ്മുടെ ടെക്സ്റ്റ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ express each numbers as a product of its prime factors. Express each numbers as a product of its prime factors. സോൾവ് ചെയ്യാൻ അല്ലേ എന്താണ് ഓരോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം 140 അല്ലേ 140 എന്തോ ചെയ്യാനാ പറഞ്ഞേക്കുന്നതിനെ express each number as a product of its prime factors. Product of its prime factors ആക്കി എഴുതാൻ പറ്റും 140 നോക്കാം നമുക്ക് ഫാക്ടേഴ്സ് നോക്കാം ഫാക്ടേഴ്സ് അറിയാലോ അല്ലേ ഫാക്ടേഴ്സ് 2 കൊണ്ട് ഏതുകൊണ്ട് ഏറ്റവും ചെറിയ സംഖ്യ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം അല്ലേ ചെയ്തിട്ട് കിട്ടും നമുക്ക് ഇവിടെ 70 കിട്ടും വീണ്ടും നമുക്ക് എന്ത് ചെയ്യാം 2 കൊണ്ട് തന്നെ ചെയ്യാം അല്ലേ എത്ര വന്നു അവിടെ 35 വന്നു ഇനി എനിക്ക് എന്തുകൊണ്ട് ചെയ്യേണ്ടി വരും 3 കൊണ്ട് ചെയ്യാൻ പറ്റുമോ 3 കൊണ്ട് ചെയ്യാൻ പറ്റൂ എങ്ങനെ 3 കൊണ്ട് ഇത് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യണമെങ്കിൽ എന്തായിരിക്കും ഈവൻ നമ്പേഴ്സ് എല്ലാം 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും ഇല്ലേ നമുക്ക് ഉറപ്പിക്കാം ഇനി 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന സംഖ്യ എങ്ങനെ കണ്ടുപിടിക്കാം 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന സംഖ്യ എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം അതായത് ഈ രണ്ട് ഡിജിറ്റ്സിന്റെ സമ്മ് എന്താ 3യുടെ മൾട്ടിപ്ലിക്കേഷൻ ആണെങ്കിൽ നമുക്ക് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും ഓക്കെ 5 പ്ലസ് 3 8 8 3യുടെ മൾട്ടിപ്ലിക്കേഷൻ വരുന്നതാണല്ലോ 8നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ ഇല്ലല്ലോ 5 പ്ലസ് 3 8 വരുന്നു 8 3യുടെ മൾട്ടിപ്ലിക്കേഷൻ വരുന്നില്ല നമുക്ക് പറയാൻ 3 അല്ല തീർച്ചയായിട്ടും 5 ആയിരിക്കും 5 അടുത്ത സംഖ്യ നോക്കേണ്ട 5 ആണ് 5 നോക്കുമ്പോൾ 5 കൊണ്ട് നോക്കുമ്പോൾ 35 അല്ലേ 35 7 ഓക്കെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും ഇതിനെ 2 ഇൻറ്റു 5 ഇൻറ്റു 7 എഴുതാം ഓക്കെ ഇനി ഒന്നുകൂടെ ചെറിയൊരു ഒന്നുകൂടെ നമുക്ക് മോഡിഫൈ ചെയ്ത് എഴുതാം 2 ഇൻറ്റു 2 എത്ര ആയിട്ടുണ്ട് 2 വട്ടം അല്ലേ 2 സ്ക്വയർ ഞാൻ 2 സ്ക്വയർ ഇൻറ്റു 5 ഇൻറ്റു 7 എന്ന് എഴുതി ഓക്കെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ നമുക്ക് ഇവിടെ കിട്ടി ഇതേ പറഞ്ഞോളൂ അല്ലേ എക്സ്പ്രസ് ഈച്ച് നമ്പർ as a product of its prime factors പ്രോഡക്റ്റ് എഴുതാം അതായത് നമുക്ക് എങ്ങൊന്നും എടുത്ത് എഴുതാം ഞാൻ 140 is equal to എങ്ങനെ എഴുതാം എനിക്ക് 2 സ്ക്വയർ ഇൻറ്റു 5 ഇൻറ്റു 7 ആണ് ആണല്ലോ ഇനി അടുത്ത് നമുക്ക് എഴുതാം 156 അല്ലേ 156 നോക്കാം 156നെ ഞാൻ ഡിവൈഡ് ചെയ്യുന്നു എത്ര ഡിവൈഡ് ചെയ്യാൻ പറ്റും 156 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും അല്ലേ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര വരും 14 7 78 അല്ലേ 78 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല ഇതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും 78നെ ഡിവൈഡ് ചെയ്ത് എത്ര വന്നു 30 ഇനി നമുക്ക് ഇതിനെന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും 2 കൊണ്ട് പറ്റത്തില്ല കാരണം അവിടെ ഈവൻ നമ്പർ വരുന്നില്ല നെക്സ്റ്റ് 3 കൊണ്ട് ചെയ്യാൻ പറ്റും നോക്കാം 9 പ്ലസ് നോക്കി 3 കൊണ്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ നോക്കുന്നത് 39 3 പ്ലസ് 9 എത്ര വരുന്നുണ്ട് 12 നോക്കിയാൽ 3യുടെ മൾട്ടിപ്ലിക്കേഷൻ എത്ര ഉണ്ടോ 3 4 3 6 9 12 ഉണ്ടല്ലോ നിങ്ങൾ തീർച്ചയായിട്ടും 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന സംഖ്യയാണ് 3 എത്ര വരുന്നുണ്ട് 13 അല്ലേ 13 ഓക്കെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റി 156 എങ്ങനെ എഴുതാൻ പറ്റും 156 നമുക്ക് 2 ഇൻറ്റു 3 ഇൻറ്റു 13 എഴുതാം അല്ലേ 2 ഇൻറ്റു 3 ഇൻറ്റു 13 അത് ഒന്നുകൂടി മോഡിഫൈ ചെയ്തെങ്കിൽ 2 സ്ക്വയർ ഇൻറ്റു 3 ഇൻറ്റു 13 എന്ന് എഴുതാം ഏതിനെ എഴുതാം 156നെ ഓക്കെ അടുത്ത ദിവസം 3825 അല്ലേ 3825 നോക്കാം നമുക്ക് 3825 നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും 3825നെ ഇല്ല കാരണം ഈവൻ നമ്പർ അല്ല നെക്സ്റ്റ് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കണം 11 പ്ലസ് 13 18 അല്ലേ നോക്കി അതിന്റെ ഡിജിറ്റ്സ് ആഡ് ചെയ്ത് നോക്കിയത് 3 പ്ലസ് 8 എത്ര വരും 11 പ്ലസ് 2 13 പ്ലസ് 5 18 അതായത് 18 വരുന്നുണ്ട് 8 നമുക്ക് 3യുടെ മൾട്ടിപ്ലിക്കേഷൻ ഉള്ള 18 അല്ലേ അതുകൊണ്ട് തീർച്ചയായും 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുക എത്ര വരും 1 വന്നു then 6
7 5 അല്ലേ? 1275 കിട്ടിയില്ല. 1275 1275 ഇനി 1275 ഇനി ഇതിനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? ഇതിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഇതിനെ ഇനി ഏത് സംഖ്യ ഡിവൈഡ് ചെയ്യാൻ പറ്റും നമുക്ക് ഇതിനെ? 1275 ഇതിനെ ഏത് സംഖ്യ ഡിവൈഡ് ചെയ്യാൻ പറ്റും? ഇവിടെ നോക്കിയേ 2 പ്ലസ് 1 3 3 പ്ലസ് 7 10 10 പ്ലസ് 5 15 15 3യുടെ മൾട്ടിപ്ലിക്കേഷനുകളുണ്ട്. നമുക്ക് 15 പറ്റും. അങ്ങനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കാം. 1 2 എത്ര വരുന്നുണ്ട്? 4 അല്ലേ? 75 വരുന്നുണ്ട്. ബാക്കി 75 എന്നത് 2 5 425. ഓക്കെ, 425. ഇനി 425 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, 425 2 കൊണ്ട് ഡിവൈഡ് ചെയ്യും. സോറി, 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, 4 പ്ലസ് 2 7 സോറി 6 പ്ലസ് 5 11. 3 കൊണ്ട് പറ്റത്തില്ല. ദെൻ നെക്സ്റ്റ് 5 കൊണ്ട് പറ്റുന്ന സംഖ്യ അല്ലേ? 5 കൊണ്ട് പറ്റും. 5 കൊണ്ട് വന്നെങ്കിൽ കാരണം 5 വരുന്നുണ്ട് ലാസ്റ്റ് ഡിജിറ്റ്. 5 0 ആണെങ്കിൽ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന സംഖ്യ ആയിരിക്കും. 4 എത്ര വന്നു? 8 അല്ലേ? 8 വരുമ്പോൾ 40 വരുന്നുണ്ട്. ദെൻ 25 5 85. ഓക്കെ, ഇനി ഇതിനെ 3 കൊണ്ട് പറ്റുമോ? 3 കൊണ്ട് എല്ലാം പറ്റുമോ നോക്കി. എത്ര കൊണ്ട് പറ്റും? വൃത്തി 13 5 കൊണ്ട് തന്നെ വരത്തുള്ളൂ സ്വാഭാവികമായിട്ടും. 5 കൊണ്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് അല്ലേ? 70. ഓക്കെ, ഇനി നമുക്ക് ചെയ്യാൻ പറ്റുമോ? 17 എന്നാൽ ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? ഇനി ഇല്ല. കാരണം എന്താ? 17 ഒരു പ്രൈം നമ്പർ ആണ് അല്ലേ? 17 ഒരു പ്രൈം നമ്പർ ആണ്. അതുകൊണ്ട് 17 ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് എങ്ങനെ മാറ്റി എഴുതാൻ പറ്റും തന്നെ? 3 ഇൻറ്റു 5 ഇൻറ്റു 5 ഇൻറ്റു 17 എഴുതാം അല്ലേ? അതായത് 3 സ്ക്വയർ ഇൻറ്റു 5 സ്ക്വയർ ഇൻറ്റു 17 എന്നെഴുതാം. ഇതിനെ എഴുതാം 3825 നമുക്ക് ഇങ്ങനെ മാറ്റി എഴുതാം. 3 സ്ക്വയർ ഇൻറ്റു 5 സ്ക്വയർ ഇൻറ്റു 17. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്തായിരുന്നു? അടുത്ത ക്വസ്റ്റ്യൻ 5005 അല്ലേ? നോക്കാം നമുക്ക്. 5005 ഇതെന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും? 3 കൊണ്ട് പറ്റുന്ന അറിയാമല്ലോ. 5 എത്ര കിട്ടും? 1001 അല്ലേ? 1001 ആണല്ലോ. ഇനി ഇതിനെ നമുക്ക് എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും നോക്കി. ഇതിനെ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യും? ഈ ഡിവൈഡ് ചെയ്യുന്ന സാധനം പറയുമ്പോഴേ കുറച്ച് കാര്യം ഒന്ന് ഓർത്തിരിക്കാൻ വേണേ. അതെ, നോക്കി ഡിവിഷന്റെ കുറച്ച് റൂൾസ് വെച്ച് കഴിഞ്ഞാൽ 2 നമുക്കിപ്പം വേണ്ടത് 2ന്റെ ഓക്കെ. 2ന്റെ കേസ് ഓക്കെ. 2 എന്ന് ഗിവൻ ലാസ്റ്റ് ഡിജിറ്റ് എന്തായിരിക്കണം? 2 എന്നാണെങ്കിൽ ലാസ്റ്റ് ഡിജിറ്റ് 0 2 4 6 8 ഒക്കെ ആണെങ്കിൽ നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യും. ഗിവൻ നമ്പേഴ്സ് ആണെങ്കിൽ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യും. പിന്നെ 3യുടെ നോക്കുകയാണെങ്കിൽ സം ഇസ് ഡിവിസിബിൾ ബൈ 3. അതായത് അതിന്റെ ഞാൻ പറഞ്ഞില്ലേ നമ്പേഴ്സ് എല്ലാം 123 2 പ്ലസ് 1 പ്ലസ് 3 ഈ നമ്പേഴ്സിൽ ആഡ് ചെയ്തിട്ട് നോക്കിയാൽ 3യുടെ മൾട്ടിപ്ലിക്കേഷൻ 3യുടെ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ സാധിക്കുന്ന സംഖ്യയാണെങ്കിൽ നമുക്ക് 3 കൊണ്ട് ഡിവിസിബിൾ ആയിരിക്കും. വെൻ 2ന്റെ കാര്യം നോക്കേണ്ട കാര്യമില്ല. 4ന്റെ നമുക്ക് തുറക്കാൻ ആവശ്യമില്ല നമുക്കിപ്പം. ദെൻ 5 നമുക്കറിയാം 5ന്റെ ഇതായിരിക്കും എന്തായിരിക്കും 0 5 പറഞ്ഞാൽ 5ന്റെ ഡിവിസിബിൾ ആയിരിക്കും. ദെൻ 6 ഡിവിസിബിൾ ആണെങ്കിൽ ഡിവിസിബിൾ ബൈ 2 ആൻഡ് 3. 2 കൊണ്ട് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ സാധിക്കുന്നില്ല. എന്താണ് 6ന്റെ ആയിരിക്കും. നമുക്ക് 6ന്റെ ഇവിടെ ആവശ്യം വരത്തില്ല. ദെൻ 7ന്റെ നോക്കി. 7 നമുക്ക് ആവശ്യമില്ല. 7ന്റെ എന്താ ചെയ്യുന്നത്? 7 എന്ന് വെച്ച് കഴിഞ്ഞാൽ 7ന്റെ ഡിവിസിബിൾ ആണോ ചെക്ക് ചെയ്യേണ്ടത്. നമ്മൾ തന്നേക്കുന്ന സംഖ്യ ഫോർ എക്സാമ്പിൾ ഇവിടെ 203 ആണ് അല്ലേ? ഈ 203യിലെ ലാസ്റ്റ് ഡിജിറ്റിന്റെ ഡബിൾ എടുക്കുക. ഈ ലാസ്റ്റ് ഡിജിറ്റ് ഡബിൾ എടുക്കുക. എന്നിട്ട് ഈ ബാക്കിയുള്ള എത്രാമത്തെ സംഖ്യ അതിൽ നിന്ന് കുറച്ച് നോക്കുക. അതായത് 203 എന്നുള്ളത് 20 മൈനസ് 3 മൈനസ് 3 അല്ല 6 വരും. 20 മൈനസ് 6 ദാറ്റ് ഈസ് 14. 14 എന്ന് വെച്ചാൽ 7ന്റെ ഒരു എന്താണ് മൾട്ടിപ്ലിക്കേഷനിൽ വരുന്ന ഒരു സംഖ്യയാണ് 14 അല്ലേ? ഇതാണ് നമുക്ക് പറയാം 7 അതിന്റെ ഒരു 7 കൂടെ ഡിവിസിബിൾ ആയിരിക്കും പറയാം.
അതുപോലെ എയ്റ്റിന്റെ കേസ് ഒക്കെ നമുക്ക് ഇട്ടേക്കാം. നമുക്ക് 2 കൊണ്ടൊക്കെ ഉണ്ട്. അത് ഇട്ടേക്കാം. പിന്നെ 9ന്റെ കേസ് അത് നമുക്ക് ഇട്ട് നോക്കണം. ബാക്കിയെല്ലാം 10, 11 ഒക്കെ ആകുമ്പോൾ പിന്നെ വേറെ കാര്യങ്ങൾ മുമ്പോട്ട് പോകും. നമുക്ക് ബേസിക്കലി ഇത്രയും ചെറിയ ചെറിയ കാര്യങ്ങൾ അറിഞ്ഞിരിക്കും. അപ്പം 2ന്റെ ജസ്റ്റ് അറിഞ്ഞിരിക്കുക, 3യുടെ അറിഞ്ഞിരിക്കുക, 5ന്റെ അറിഞ്ഞിരിക്കുക, 7ന്റെ അറിഞ്ഞിരിക്കുക. ഓക്കെ, ഇത്രയും കാര്യം അറിഞ്ഞിരിക്കുക. ഇനി ഈ കേസിൽ ഇവിടെ നോക്കിയേ, 2ന്റെ കേസ് കൊണ്ട് 2 ഒരിക്കലും സാധിക്കത്തില്ല അല്ലെ. 3 കൊണ്ട് പറ്റുമോ നോക്കി. 1 + 1 2 ആയിരുന്നു. 3 കൊണ്ട് പറ്റില്ല. then 4 പറ്റില്ല, 5 പറ്റത്തില്ല, 5 ഇല്ല, 6 ഇല്ല, 7ന്റെ കേസ് നോക്കാം. 7 കൊണ്ട് പറ്റും നോക്കാം. ഓക്കെ, ലാസ്റ്റ് ഡിജിറ്റ് എടുക്കണം അല്ലേ. 100 മൈനസ് ഇവിടെ നോക്കിയാൽ 100 മൈനസ് ലാസ്റ്റ് ഡിജിറ്റ് 2 ആണ്. 2 വരുമ്പോൾ 2 ദാറ്റ് ഈസ് ഈക്വൽ ടു 98. 98 7ന്റെ മൾട്ടിപ്ലിക്കേഷനിൽ വരുന്നുണ്ടോ? 98 വരുന്നുണ്ടല്ലോ. 98 വരുമ്പോൾ അല്ലേ. 7 1 ടൈം 7. ദെൻ അടുത്ത വരുന്നത് 3 അല്ലേ. 303 വരുന്നുണ്ട്. 301 ആകുമ്പോൾ 30 വരുമ്പോൾ 30 വരുമ്പോൾ 4 ടൈംസ് അല്ലേ. 4 ടൈംസ് 30 വന്നു. 2 വരുന്നു 21 3 143. ഓക്കെ, 143 ഏതായിരിക്കും നമുക്ക് വരുന്നത്? 143 അല്ലേ. 143 ഇപ്പം നമ്മൾ 143 നമ്മൾ നോക്കിയപ്പം 3 കൊണ്ട് വരത്തില്ല. ഇനി ലാസ്റ്റ് ഇപ്പം 6 7 കൊണ്ട് വരത്തില്ല. ദെൻ 11 നോക്കാം. 11 നോക്കാം. 11 ഇൻറ്റു 140 11 130 13 അല്ലേ. 13 ഇങ്ങനെ നമുക്ക് 5 ഇൻറ്റു 7 ഇൻറ്റു 11 ഇൻറ്റു 5 ഇൻറ്റു 7 ഇൻറ്റു 11 ഇൻറ്റു 13 ഇതാണ്. ഓക്കെ, 5 ഇൻറ്റു 7 11 ഇൻറ്റു 13 ഓക്കെ ആണല്ലോ അത്. നമ്മൾ കഴിഞ്ഞോ? ഇല്ലല്ലോ, ഇനിയൊരു ക്വസ്റ്റ്യൻ അല്ലേ. ശരി, ഒരു കാര്യം ചെയ്യും. ഈ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്ത് നോക്കുക. സെയിം ചെയ്ത് നോക്കിയിട്ട് ഒന്ന് മെസ്സേജ് ചെയ്യുക. ഓക്കെ, ഒന്ന് കമന്റ് ബോക്സിൽ നൽകുക. എൻ്റെ ആൻസർ നമുക്ക് നോക്കാം. ഇനി നമുക്ക് കുറച്ച് ബാക്കി ഒരുപാട് ടോപ്പിക് ആയിട്ട് പഠിക്കാൻ കിടക്കുന്നു. ഇനി അടുത്ത നെക്സ്റ്റ് ഡേ നമുക്ക് കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ട്, ചെയ്ത് നോക്കാനുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതൊക്കെ നമുക്ക് ഇനി അടുത്ത ക്ലാസ് നമ്മൾ എടുക്കേണ്ടതാണ്. അതുകൊണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. തുടർന്ന് മുമ്പോട്ട് അതിനുള്ള വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കും. അപ്പം ഇന്നത്തെ ക്ലാസ് നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. നെക്സ്റ്റ് ക്ലാസ് അടുത്ത ദിവസം ഈ സമയം അപ്ലോഡ് ചെയ്യുന്നതാണ്. ഓക്കെ.